ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ക്രോഷ്യ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതുപോലെ ക്രോഷ്യ വർക്കിന് ആവശ്യമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഈ വീഡിയോ നമ്മൾ ക്രോഷ്യ വർക്ക് ഏറ്റവും ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക്, അതായത് ചെയ്തിട്ടേ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്രോഷ്യ നമുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ക്രോഷ്യയുടെ നീഡിൽ എന്ന് പറയുന്നത് ഈ ഹുക്കാണ്. ക്രോഷ്യ ഹുക്ക് എന്ന് പറയും. ഈ ഹുക്ക് പല വലിപ്പത്തിൽ കിട്ടും. നമ്മുടെ ഈ അരികെ ഇങ്ങനെ വളഞ്ഞായിരിക്കും ഇരിക്കുന്നത്. ഇതിന് പല വലിപ്പത്തിൽ നമുക്കുണ്ടാവും. ഇപ്പം എൻ്റെ കയ്യിൽ ഇങ്ങനെ 2 സെറ്റ് ഹുക്കുകളുണ്ട്. ഇത് കണ്ടോ, ഇതിപ്പം പല വലിപ്പമാണ്. ഇതിന് വലിപ്പം എന്ന് പറയുമ്പോൾ അതിൻ്റെ നീളമല്ല, ഇതിൻ്റെ ഹെഡാണ് വ്യത്യാസം. ഈ ഹെഡ് വളഞ്ഞിരിക്കുന്ന ഈ ഭാഗം നമുക്ക് വലുതും ചെറുതും ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ ഈ സെറ്റിൽ ഇത് ഏറ്റവും വലുത്, ഇത് അതിൻ്റെ ചെറുത്. അതിന് നമുക്ക് ഓരോ സൈസുമുണ്ട്. സൈസ് നമുക്കിങ്ങനെ വരുന്നത് 6.5 mm ആണ്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നതിൽ ഏറ്റവും വലിയ ഹുക്ക്. അതുപോലെ ഈ സെറ്റിൽ ഏറ്റവും ചെറുതെന്ന് പറയുന്നത് 2 mm. 2 mm ഏറ്റവും ചെറുതുമുണ്ട്. 6 പിന്നെ ഇതുണ്ട്. ഇതെന്ന് പറയുന്നത് നമുക്ക് ചെറിയ ത്രെഡ് വെച്ചൊക്കെ തയ്ക്കാനുള്ള ഹാൻഡ് കർച്ചീഫിലും തുണിയിലേക്ക് തയ്ക്കത്തില്ലേ, അങ്ങനത്തെ ക്രോഷ് ചെയ്യാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിൽ നമുക്ക് ഇതും പല വലിപ്പത്തിൽ വരുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയത് ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് പല സൈസാണിത്. ഇത് ഏറ്റവും വലിയ 1.9 mm. ഏറ്റവും ചെറുത് എൻ്റെ കയ്യിലിരിക്കുന്നത് 0.60 mm. അപ്പം നമ്മളിത് ഓരോന്നിനും ഓരോ ക്ലോത്തിന് എങ്ങനെ ഉപയോഗിക്കണം, അത് ഓരോ ത്രെഡ് ഏതാണ് ഉപയോഗിക്കുന്നത്, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഹുക്ക് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഹുക്കിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി ഓരോന്നും എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നും നോക്കാം. അതുപോലെ നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന ത്രെഡ് എന്താണെന്നും കൂടെ നോക്കാം. ഇതൊന്ന് നമ്മളെല്ലാവർക്കും അറിയാവുന്ന പോലെ വുളൻ ത്രെഡ് അല്ലെങ്കിൽ യാൺ എന്ന് പറയും, വുളൻ യാൺ എന്ന് പറയും. കുറച്ച് കട്ടി കൂടിയതും കട്ടി കുറഞ്ഞതും ഒക്കെ ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം നമ്മൾ ഈ ഉപയോഗിക്കുന്ന ത്രെഡിൻ്റെ വലിപ്പം അനുസരിച്ചാണ് നമ്മൾ ഹുക്ക് തിരഞ്ഞെടുക്കേണ്ടത്. ഈ ടൈപ്പ് കട്ടിയുള്ളതിന് ഉപയോഗിക്കാനായിട്ട് ഈ മോഡലുകളെല്ലാം നമുക്ക് എടുക്കാം. ഇനി ഇങ്ങനെ നമുക്ക് അങ്ങനെയുള്ള ഐറ്റംസ്, കട്ടിയുള്ള നമ്മൾ എന്തെങ്കിലും ഒരു ഐറ്റം തയ്ക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു ത്രെഡ് നമുക്കിവിടെ ആങ്കറിൻ്റെ ഒരു നിറ്റിംഗ് കോട്ടൺ കിട്ടും. നിറ്റിംഗ് കോട്ടൺ എന്ന് പറയുന്ന ഒരു ത്രെഡുണ്ട്. ഇതും അത്യാവശ്യം കട്ടിയുള്ളതാണ്. ഇതും നമ്മൾ അതിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമുക്ക് തയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് പേൾ കോട്ടൺ എന്ന് പറയും. ആങ്കറിൻ്റെ തന്നെ പേൾ കോട്ടനാണ്. ഈ പേൾ കോട്ടൺ ത്രെഡ് നമുക്കിതുപോലെ ഈ ഒരു കട്ടിയിലാണ് വരുന്നത്. അത് നമുക്ക് ക്ലോത്തിൻ്റെ അരികിൽ, സാരിയിൽ, ഷോളിൻ്റെ അരികൊക്കെ തയ്ക്കാനായിട്ട് പേൾ കോട്ടൺ ത്രെഡ് ഒത്തിരി നല്ലതാണ്. പിന്നെ കുറച്ചും കൂടെ ഏകദേശം ഈ പേൾ കോട്ടൻ്റെ വലിപ്പത്തിൽ നമുക്ക് വരുന്നതാണ് ആങ്കറിൻ്റെ തന്നെ നമ്പർ 20 ആണ്. നമ്പർ 20 നമ്പർ. ഇത് ഈ ഒരു കട്ടിയിൽ തന്നെയാണ് വരുന്നത്. ഏകദേശം പേൾ കോട്ടൻ്റെ വണ്ണം തന്നെയാണ് വരുന്നത്. കുറച്ചുകൂടെ ചെറുതാണ്, പേൾ കോട്ടനെ കാട്ടി കുറച്ചുകൂടെ ചെറുതാണ്. എന്നാലും ഹാൻഡ് കർച്ചീഫിൻ്റെ സൈഡ് തയ്ക്കാനും അങ്ങനത്തേനൊക്കെ 20 നല്ലതാണ്. ഇതുമൊക്കെ 20 വരുന്ന ത്രെഡുകളാണ്, 20 നമ്പർ. ഇനി അതുപോലെ 20 കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അതിനേലും ചെറുതായിട്ട് വരുന്നത് 40 ആണ്. നമ്പർ 40. ഈ 40 എന്ന് പറയുന്നത് വളരെ ചെറുതായിട്ട്, വളരെ നൈസായിട്ട് തയ്ച്ചെടുക്കണം. ഹാൻഡ് കർച്ചീഫിൻ്റെ സൈഡൊക്കെ തന്നെയാണെങ്കിലും വളരെ ചെറുതായിട്ട് തയ്ച്ചെടുക്കണമെങ്കിൽ കുഞ്ഞായിട്ട്, അത് നല്ല ഭംഗിയാണ് അങ്ങനെ ചെയ്തെടുക്കാൻ. കുറച്ചുകൂടി സമയം എടുക്കുന്നേ ഉള്ളൂ. അതിനുള്ളതാണ് നമ്പർ 40. അത് ഇതിനേലും ചെറുതാണ്. ഇതിനെക്കാട്ടിലൊക്കെ ചെറുതാണത്. അതിൻ്റെ വലിപ്പം വ്യത്യാസം മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. ഇത് കണ്ടോ, ഇങ്ങനെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ത്രെഡുകളും അതുപോലെ ഹുക്ക്. ഇപ്പം ഇതിനെക്കുറിച്ച് ഏകദേശം മനസ്സിലായെന്ന് കരുതുന്നു. ഇപ്പം ഞാനിപ്പോൾ ഇതിങ്ങനൊരു സെറ്റ് വാങ്ങിച്ചതാണ്. ഇത് രണ്ടും കൂടെ ഒരൊറ്റ സെറ്റായിട്ട് വാങ്ങിച്ചതാണ്. അതായത് എല്ലാ മോഡലും നമുക്ക് തയ്ക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ബിഗിനേഴ്സൊക്കെ തയ്ക്കുമ്പോൾ നമുക്കൊരു വുളൻ ത്രെഡിൽ ചെയ്ത് പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഈ ചെറിയ ത്രെഡ് ഈ നീഡിൽ വെച്ചിട്ടുള്ളത് ചെയ്യുന്നതിനെക്കാട്ടിലും ഈ വൂളൻ ത്രെഡ് വെച്ച് ഇച്ചിരി കട്ടിയുള്ള ഹുക്ക് വെച്ച് ചെയ്യുന്നതാണ് നല്ലത്. ഇനി നമുക്കിനി ക്രോഷ്യ ചെയ്യുമ്പോഴത്തേക്കിനും ഇതുപോലെയുള്ള വുളൻ ത്രെഡൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഏറ്റവും ഒടുവിൽ അതൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കാനായിട്ട് വെറുതെ കെട്ടിട്ട് വെക്കാം. എന്നാലും സേഫായിട്ടും നീറ്റായിട്ടും ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലൊരു നീഡിലും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇതെന്ന് പറയുന്ന ഒരു അരികു കണ്ടോ, ഒട്ടും കോർത്തിട്ടില്ല, ഇങ്ങനെ പരന്നിരിക്കുന്ന അങ്ങനത്തെ ഒരു നീഡിലാണ്. ഇതും കൂടെ ഒരെണ്ണം ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അതില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ഒരു നീഡിൽ, പിന്നെ അതുപോലെ ഇങ്ങനത്തെ ഒരു സിസേഴ്സ് അല്ലെങ്കിൽ ത്രെഡ് കട്ടറും കൂടെ ഇത്രയാണ് നമുക്ക് ആവശ്യം. ഇനി നമുക്ക് ഓരോന്നും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം.
ഇതിലേക്ക് തയ്ക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, വുളൻ ത്രെഡിൽ നമുക്ക് ഒരു 3 mm, കുറച്ചുകൂടെ കട്ടിയുള്ള വുളനാണെങ്കിൽ 3.5 അല്ലെങ്കിൽ 4 mm വേണം. അപ്പോൾ ഒരു 3 mm ഉള്ള ഒരിത്, അതും ഒരു വുളൻ ത്രെഡും ആദ്യം പഠിക്കാൻ പോകുന്നവരൊന്ന് വാങ്ങിക്കുക. അത് വെച്ച് ചെയ്ത് പഠിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അതുപോലെ ഹാൻഡ് കർച്ചീഫിൽ അല്ലെങ്കിൽ ക്ലോത്തിലൊക്കെ തയ്ക്കാനായിട്ട് നമ്മൾ ഇങ്ങനത്തെ നീഡിലാണ് മേടിക്കേണ്ടത്. പേൾ കോട്ടൺ ത്രെഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഹുക്കിൽ നമുക്കൊരു 0.75 mm എന്ന് പറയുമ്പം ചില ക്രോഷ്യയിൽ നമുക്ക് നീഡിൽ ഇതുപോലെ ആയിരിക്കില്ല, സൈസായിരിക്കും എഴുതിയിരിക്കുന്നത്. അങ്ങനെയുള്ളതാകുമ്പോൾ ഒരു ഏകദേശം ഒരു 5ഓ 6ഓ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സൈസാണെങ്കിൽ കറക്റ്റായിരിക്കും. അതൊന്ന് നോക്കുക കേട്ടോ. 0.75 ആണെങ്കിൽ ഇതിന് കറക്റ്റാണ്. നമുക്ക് ഹാൻഡ് കർച്ചീഫിൽ അത്യാവശ്യം അടുത്തടുത്ത് സ്റ്റിച്ച് കിട്ടും. ഇത് ഹുക്ക് വലുത് മേടിച്ച് തയ്ച്ച് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റിച്ചുകൾ വല്ലാണ്ട് ഗ്യാപ്പ് ഇട്ടിട്ടേ വരുള്ളൂ. അതുപോലെ ഹുക്ക് ചെറുതായി പോയാൽ, ഇപ്പോൾ ഈ ചെറിയ ഹുക്ക് വെച്ച് നമ്മൾ ഈ ത്രെഡിൽ ചെയ്യാൻ പോയാൽ ഈ ത്രെഡിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഹുക്കും ത്രെഡിന് പറ്റിയ ഹുക്ക് തിരഞ്ഞെടുക്കണം. അപ്പം നമുക്ക് ക്ലോത്തിൽ ചെയ്യാനായിട്ട് പേൾ കോട്ടൺ ത്രെഡ് വെച്ചിട്ട് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്കൊരു 0.75 അല്ലെങ്കിൽ 1 വരെ, 1ന് മേൽപോട്ട് പോകണ്ട, 0.75 ഉള്ള ഒരു ഇത് മേടിച്ചാൽ മതി. ഇപ്പം നമുക്ക് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ വുളൻ ത്രെഡും അതുപോലെ 3 mm സൈസിലുള്ളൊരു ഹുക്കുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു സ്ലിപ്പ് നോട്ട് ഇടണം. ആദ്യം ക്രോഷ്യ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്കൊരു സ്ലിപ്പ് നോട്ട് ആവശ്യമാണ്. സ്ലിപ്പ് നോട്ട് ഇടുന്നത് എങ്ങനെയാണെന്ന് ആദ്യം നോക്കാം. നമ്മൾ ഈ ത്രെഡിനെ ഇങ്ങനെയൊന്ന് ഈ ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പിടിക്കുക. മുകളിൽ ഈ ത്രെഡിൻ്റെ തുമ്പുണ്ട്, ഇതൊന്ന് മടക്കി ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇത് നേരെ മുകളിലേക്ക് ഇതുപോലെ തിരിക്കുക. ട്വിസ്റ്റ് ചെയ്തിട്ട് ഈ കയ്യിലിങ്ങനെ ഒരു റൗണ്ട് കിട്ടിയില്ലേ, അതിൻ്റെ ഉള്ളിലൂടെ ഈ ഒരു ത്രെഡ്, ഈ വലിയ ത്രെഡില്ലേ ഇങ്ങോട്ട് പോകുന്ന ത്രെഡ്, ആ ത്രെഡിൻ്റെ തുമ്പ് ഇതുപോലെ പിടിക്കുക, ഇങ്ങനെ അങ്ങ് വലിക്കുക. ഇത്രയേ ഉള്ളൂ, കണ്ടോ? അപ്പം നമുക്കിവിടെ ഇതിനെയാണ് സ്ലിപ്പ് നോട്ട് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സ്ലിപ്പ് നോട്ട് എന്ന് പറയുന്നത് നമുക്കിത് വലുതാക്കാനും ചെറുതാക്കാനും പറ്റും. ഇതുപോലെ ചെറുതാക്കാം, ഇവിടെ പിടിച്ചാൽ നമുക്കത് വീണ്ടും വലുതാവും. നമുക്കിവിടെ ഒരു ലൂപ്പ് വന്നു, കണ്ടോ? ഈ നീഡിലിൻ്റെ വലുപ്പം അനുസരിച്ച് നമുക്ക് ചെറുതാക്കാം. ഇനി ഇത് അഴിക്കണമെങ്കിലും നമുക്ക് ഈ ത്രെഡിൽ പിടിച്ചിങ്ങനെ വലിച്ചാൽ അത് അഴിഞ്ഞു പോകുന്നുള്ളൂ. ഇത്രയേ ഉള്ളൂ. ഒരു തവണ കൂടെ ഞാൻ കാണിച്ചു തരാം. സ്ലിപ്പ് നോട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ ഒന്ന് പിടിക്കുക, ഇങ്ങനെ രണ്ടാമതൊന്ന് മടക്കി ഇതുപോലെ പിടിച്ചിട്ട് നമ്മുടെ റൈറ്റ് ഹാൻഡിലിരിക്കുന്ന പോർഷൻ ഇതുപോലെ ഒന്ന് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് തിരിക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ ഈ വലിയ ത്രെഡിൻ്റെ അറ്റം ഇതുപോലെ പിടിച്ചൊന്ന് വലിക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്ലിപ്പ് നോട്ട് റെഡിയാണ്. മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇതൊന്ന് നമ്മൾ 2-3 പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ മതി. വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചുകൊണ്ടൊന്ന് ചെയ്ത് നോക്കിയാൽ മതി, അറിയാത്തവർക്ക്. ഇത് ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. ഞാൻ പക്ഷേ തീർത്തും ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളും കൂടെ പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്ച്ചു തുടങ്ങുന്നത്, ചെയിൻ സ്റ്റിച്ച് എങ്ങനെ നമ്മൾ സ്റ്റാർട്ടിങ് എപ്പോഴും ഒരു ചെയിൻ സ്റ്റിച്ചാണ് നമ്മൾ ചെയ്ത് പഠിക്കേണ്ടത്. അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഈ ലൂപ്പിനുള്ളിൽ കൂടിയാണ് നമ്മൾ ഈ ക്രോഷ്യ ഹുക്ക് പിടിക്കേണ്ടത്. ഹുക്ക് പിടിക്കുന്നതിന് നമുക്ക് 2 തരത്തിൽ പിടിക്കും. അത് ഓരോരുത്തരുടെയും കൈക്കുള്ള വശം അനുസരിച്ചാണ് പിടിക്കേണ്ടത്. ഇങ്ങനെ ഇതിൽ നമ്മൾ ഈ തള്ളവിരലിന് മുകളിലായിട്ട് ഇങ്ങനെ പിടിച്ചിട്ടും ചെയ്യാം. അതുപോലെ ചില ആളുകൾ നമ്മൾ ഇങ്ങനെയായിരിക്കും പിടിക്കുക, ഇങ്ങനെ നമ്മൾ പെൻ പിടിക്കുന്നത് പോലെ ഇങ്ങനെ പിടിച്ചിട്ടും ചെയ്യാറുണ്ട്. അത് ഓരോരുത്തർക്കും ചെയ്ത് ഉള്ള വശം നോക്കിയിട്ട് വേണം പിടിക്കാനായിട്ട്. അപ്പോൾ ഇതിങ്ങനെ പിടിച്ചിട്ട് ഹുക്ക് നമുക്ക് ഈ ഒരു ലൂപ്പിനകത്തൂടെ കിടത്തി എന്നിട്ട് ഇത് പയ്യെ ടൈറ്റ് ചെയ്യുക. ഒരുപാട് ടൈറ്റ് ചെയ്യേണ്ട, ചെറിയൊരു ഗ്യാപ്പ് വേണം, കണ്ടോ? ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പുണ്ട്, എന്നാലേ നമുക്ക് ആ ത്രെഡ് വലിച്ചാൽ വരുള്ളൂ. ഇനി ഈ ത്രെഡ് പിടിക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ലെഫ്റ്റ് ഹാൻഡ് വെച്ച് ഇതുപോലെ, അതും ഓരോരുത്തർക്കും ഇഷ്ടമുള്ള പോലെ പിടിക്കാം. ഞാൻ പിടിക്കുന്നത് ഈ
നടുവിലത്തെ വിരലും തള്ളവിരലും കൂടെ ഇവിടെ ഈ തയ്ക്കുന്ന ഈ പോർഷനിൽ പിടിച്ചിട്ട് ഈ ത്രെഡ് നമ്മളിതിലൊന്ന് ചുറ്റി ഇങ്ങനെ അങ്ങ് പിടിക്കത്തേ ഉള്ളൂ. വേണമെങ്കിൽ തുടക്കക്കാർക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ ചുറ്റി പിടിക്കാം, കാരണം അത് ഊർന്ന് പോകാനായിട്ട് സാധ്യതയുണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് അതൊന്ന് 2 തവണ ഒന്ന് ഇറുക്കി ചുറ്റരുത്, നമുക്ക് നൂല് വലിഞ്ഞ് കിട്ടില്ല. ലൂസായിട്ട് ഇതുപോലെ ചുറ്റി പിടിക്കാം. എന്നിട്ട് ഇങ്ങനെ പിടിക്കാം. ചിലർക്ക് ഈ ചൂണ്ടുവിരലും തള്ളവിരലും കൂടി ഇങ്ങനെ പിടിച്ചിട്ട് ഇതുപോലെ ഈ 2 വിരലും കൂടി ഇങ്ങനെ പിടിച്ചിട്ട് ഈ വിരലിങ്ങനെ പിടിക്കുന്നതായിരിക്കും ചിലർക്ക് വശം. അത് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള പോലെ പിടിക്കാം. ഇങ്ങനെ പിടിച്ച് വേണേൽ ചെയ്യാം, അത് അല്ലെങ്കിൽ ഇങ്ങനെ. എനിക്ക് ഇങ്ങനെ വശമായതുകൊണ്ട് ഞാനിങ്ങനെ എപ്പോഴും പിടിക്കാറ്. ഒരു തവണ വേണമെങ്കിൽ ചുറ്റിക്കോ. അപ്പോൾ അതൊക്കെ ലൂസാക്കി പിടിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഈ ചെറുവിരൽ കൊണ്ട് നമ്മൾ ഇതിനെ ഒന്ന് പയ്യെ ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി. എന്നിട്ടിനി ഇത് ചെയിൻ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ചെയിൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മുടെ ഹുക്ക് നമ്മളേക്ക് ഫേസ് ചെയ്തിട്ടായിരിക്കുന്നത്. അത് പതുക്കെ സൈഡിലേക്ക് ഇതുപോലെ ഇതിനടിയിലേക്ക് കൊണ്ടുപോവുക. ഇങ്ങനെ ഇരിക്കുന്ന ഹുക്കിനെ ചെരിച്ച് ഇങ്ങനെ ഇതിനടിയിലേക്ക് കൊണ്ടുപോയിട്ട് ഹുക്ക് നേരെ തിരിഞ്ഞു ചെയിനിൻ്റെ ഈ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ അതൊന്ന് ഇങ്ങോട്ട് വലിച്ചെടുക്കുക. കണ്ടോ, വീണ്ടും നമ്മളെ ഫേസ് ചെയ്ത് വന്നു. തിരിക്കുക, തിരിഞ്ഞു ഇതുപോലെ വലിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ചെയിൻ സ്റ്റിച്ച്. ഇപ്പം നമുക്ക് 3 ചെയിനായിട്ടുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ എത്ര വേണം ഇതിങ്ങനെ ലൂസാക്കി കൊടുക്കണം. നമ്മൾ 2 ചുറ്റുവാണെങ്കിൽ ഒന്ന് ലൂസാക്കി കൊടുത്തോണേ. ഇങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, ഇങ്ങനെ തന്നെ വെച്ചാൽ മതി. ഇതുപോലെ തയ്ച്ച് എടുക്കാം. കണ്ടോ, ഇവിടെ നമ്മൾ കയറ്റി ഇവിടെ തയ്ച്ച് വരുന്തോറും നമ്മുടെ ഈ കൈ ഇങ്ങനെ കയറി ഇങ്ങോട്ടായി വരിക. ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് മടിക്കുക. ത്രെഡിലൊന്ന് ചുറ്റുക, ഇതുപോലെ വലിച്ചെടുക്കുക. ആദ്യം തയ്ക്കുമ്പോൾ കുറച്ചൊരു ലൂസായി പോകുന്നവരും ഒക്കെ ഉണ്ടാവും. അത് കുഴപ്പമില്ല, കുറച്ച് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ വശം കിട്ടും. നീഡലിൻ്റെ ഇവിടെ വേണം നമ്മൾ കൈ പിടിക്കാൻ. തുമ്പത്ത് കൊണ്ട് പിടിക്കരുത്, ഈ ഒരു പരന്ന ഭാഗത്ത് തന്നെ പിടിക്കുക. ഇതുപോലെ ഉണ്ടോ. ഇനി നമുക്കൊരു സ്റ്റിച്ച് തെറ്റിപ്പോയി അല്ലെങ്കിൽ എന്തെങ്കിലും ലൂസായിപ്പോയി അല്ലെങ്കിൽ ടൈറ്റായിപ്പോയി എന്നുണ്ടെങ്കിൽ നമുക്കത് അഴിക്കാനായിട്ട് ഇതുപോലെ ഈ ത്രെഡിലൊന്ന് പിടിച്ച് വലിച്ചാൽ മതി. എത്ര സ്റ്റിച്ച് വേണമെങ്കിലും നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് അഴിച്ചെടുക്കാൻ പറ്റും. ഉണ്ടോ. ഇനി ഇവിടെ തൊട്ട് വീണ്ടും തയ്ക്കണമെങ്കിൽ ഈ ലൂപ്പിൽ ഹുക്ക് വയ്ക്കുക. ഇതുപോലെ പിടിച്ചുകൊണ്ട് തയ്ച്ചെടുക്കുക. ഇതുപോലെ നമുക്ക് എത്ര ചെയിൻ വേണോ അത് എണ്ണി ചെയ്യുക. ഓരോ ഐറ്റം തയ്ക്കാനായിട്ട് നമ്മുടെ സൈസ് ഓരോന്നിൻ്റെ വീതിയും വലിപ്പമൊക്കെ അനുസരിച്ച് നമുക്ക് ചെയിനുകളുടെ എണ്ണം ഇതുപോലെ തയ്ച്ചെടുക്കണം. ഉണ്ടോ, ചെയിൻ സ്റ്റിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രേ കാണിക്കുന്നുള്ളൂ. അതായത് ഏറ്റവും ബേസിക്കായിട്ടുള്ള ക്രോഷ്യ വർക്കിൽ ഏറ്റവും ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഒരൊറ്റ സ്റ്റിച്ചും ഒരു സ്ലിപ്പ് നോട്ടും ഒരു ചെയിൻ സ്റ്റിച്ചും മാത്രമേ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുള്ളൂ. കാരണം അല്ലെങ്കിൽ വീഡിയോയുടെ നീളം വല്ലാണ്ട് കൂടി പോകും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഈ ചെയിൻ സ്റ്റിച്ചിൽ കൂടെ വേറെ അടുത്ത സ്റ്റിച്ച് എങ്ങനെ തയ്ക്കാമെന്നും നമുക്ക് ഓരോരോ ഐറ്റംസ് ക്രോഷ്യ വർക്ക് വെച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഹാൻഡ് കർച്ചീഫിൽ ഇത് അല്ലെങ്കിൽ ഒരു ക്ലോത്തിൽ സാരിയുടെ അരികിലൊക്കെ തയ്ക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അത് സബ്സ്ക്രൈബ് ചെയ്യണം. ക്രോഷ്യ വർക്കിൻ്റെ വേറെ തയ്യലുകളൊക്കെ ആയിട്ട് ഞാൻ വരാം. ഇനി അതുപോലെ ഹാൻഡ് എംബ്രോയിഡറിയുടെ അടുത്ത സ്റ്റിച്ചുകളും വരുന്ന വീഡിയോകളിലൊക്കെ ഇട്ടോളാം. രണ്ടും മാറി ഇടാം. അപ്പോൾ ക്രോഷ്യ താല്പര്യമുള്ളവർ ഇതൊന്ന് ചെയ്ത് നോക്കണം. വാങ്ങിക്കേണ്ട ഐറ്റംസ് ഞാൻ പറഞ്ഞു തന്നല്ലോ. ആദ്യം തയ്ച്ച് പഠിക്കാനായിട്ടൊരു വുളൻ ത്രെഡും അതുപോലെ 0.3 mm ഒരു നീഡിലും വാങ്ങിക്കുക, ഹുക്കും. പിന്നെ ഒരു പേൾ കോട്ടൺ ത്രെഡും അതുപോലെ 0.75 വലിപ്പത്തിലുള്ള ഒരു ചെറിയ ആ സ്റ്റീലിൻ്റെ ഹുക്കുണ്ടല്ലോ, അതും ഒരെണ്ണം മേടിക്കുക. അപ്പം നമുക്ക് അത്യാവശ്യം ചെയ്ത് പഠിക്കാൻ പറ്റും.
എൻ്റെ കയ്യിലുള്ള ആ ഒരു ഹുക്കിൻ്റെ സെറ്റ് ഇതാണ്. ഇതൊരു 22 എണ്ണത്തിൻ്റെ സെറ്റാണ്. അത് ഞാൻ ആയിട്ടായിരുന്നു വാങ്ങിച്ചത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നോക്കാം കേട്ടോ. പിന്നെ അതുപോലെ കുറച്ചെണ്ണത്തിൻ്റെയൊക്കെ ഓൺലൈനിൽ കിട്ടും. അതുപോലെ വുളൻ ത്രെഡും ഒക്കെ നമുക്ക് ഓൺലൈനായിട്ടും വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ആവശ്യമുള്ളവർക്ക് പോയി നോക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്